ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് പാനിപ്പത്ത് റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ കോംപ്ലക്സിലേക്ക് അപ്രന്റീസ് പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണ്ടവർക്ക് ഇതൊന്ന് റൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ഈ കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. സോ ട്രേഡ് നോക്കാം, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കാം. കോഡ് 101 വന്നിരിക്കുന്നത് ട്രേഡ് അപ്രന്റീസ് അറ്റൻഡർ ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ഡിസിപ്ലിൻ കെമിക്കലാണ്. സോ BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12 മാസത്തെ ട്രെയിനിങ് ആണെന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 274 ആണ് കോഡ്. ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ ഡിസിപ്ലിൻ മെക്കാനിക്കൽ. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്കിപ്പം SLC കഴിഞ്ഞ് ITA പഠിച്ചവർക്ക്, ഇൻ ഫിറ്റർ ട്രേഡ് പഠിച്ചവർക്ക് മിനിമം 2 വർഷത്തെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ പാസ് ക്ലാസ് ആയിരിക്കണമെന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ 12 മാസം ട്രെയിനിങ് ആണ്. 314 വേക്കൻസി ടോട്ടൽ. നെക്സ്റ്റ് 104 കോഡ് ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിസിപ്ലിൻ കെമിക്കൽ ആണെന്ന് ഓർത്തിരിക്കുക. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. 12 മാസത്തെയാണ്. ടോട്ടൽ 327 വേക്കൻസി. SC. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 105 കോഡാണ്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിസിപ്ലിൻ മെക്കാനിക്കൽ ആണ്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 12 മാസത്തേക്കാണെന്ന് ഓർത്തിരിക്കാം. ടോട്ടൽ 83 വേക്കൻസി ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. 106 ആണ്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിസിപ്ലിൻ ഇലക്ട്രിക്കൽ. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ടോട്ടൽ 277 വേക്കൻസി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 107 കോഡാണ്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിസിപ്ലിൻ ഇൻസ്ട്രുമെന്റേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. സോ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. 3 വർഷം ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചെടുക്കുക. 12 മന്ത് ആണ്. ടോട്ടൽ 70 വേക്കൻസി. നെക്സ്റ്റ് 108 കോഡാണ്. ട്രേഡ് അപ്രന്റീസ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ലൊക്കേഷൻ പാനിപ്പത്ത്. 3 വർഷത്തെ BA ഓർ BSc ഓർ BCom ആണ് വേണ്ട ക്വാളിഫിക്കേഷൻ. 15 മാസത്തേക്കാണ്. 21 വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 108 ആണ്. ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ലൊക്കേഷൻ ന്യൂഡൽഹിയിലാണ്. 3 വർഷത്തെ BA, BSc, BCom ആണ് ക്വാളിഫിക്കേഷൻ. 15 മാസത്തേക്കാണ്. 9 വേക്കൻസിയാണ് ടോട്ടൽ. ദെൻ 109 ട്രേഡ് അപ്രന്റീസ് അക്കൗണ്ടന്റ് ആണ്. 3 വർഷത്തെ BCom ആണ് വേണ്ടത്. ദെൻ 12 മാസത്തേക്കാണ്. 2 വേക്കൻസിയാണ് ടോട്ടൽ. ദെൻ 110 നോക്കാം. ട്രേഡ് അപ്രന്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ അപ്രന്റീസിനാണ്. സോ ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 ആണ് ക്വാളിഫിക്കേഷൻ. 12 മാസത്തേക്ക്. 115 ട്രേഡ് അപ്രന്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ +2 ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണ് ഉണ്ടായിരിക്കണം. അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ 12 മാസത്തേക്കാണ്. 18 ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 1450 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ്, ഇത്രയാണ് വന്നിരിക്കേണ്ടത്. സോ എൻ്റെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ മെയിനായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇവിടെ പറയുന്നുണ്ട് BA ഓർ BTech, MBA, CA, LLB, MCA ഓർ എനി സച്ച് ഇക്വലൻ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ജോയിനിങ് അപ്രന്റീസ് ട്രെയിനിങ്ങിന് മുന്നേ ഇത് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ട് ടൈമോ കറസ്പോണ്ടിങ്ങോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഹോൾഡ് ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ മെയിനായിട്ട് വേറെ കാര്യം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് അപ്ലൈ മോർ ദാൻ 1 ട്രേഡ് ഓർ ഡിസിപ്ലിൻ വിൽ നോട്ട് ബി കൺസിഡർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ അവർ റിജക്റ്റ് ആക്കുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്. 18 മുതൽ 24 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ മെത്തേഡോളജി എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ടെസ്റ്റ് ഒന്നുമില്ല. സോ നിങ്ങളുടെ NAPS അല്ലെങ്കിൽ NATS പോർട്ടൽ വഴി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. സോ അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ്സിൻ്റെ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. സെലക്ഷൻ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഒറിജിനൽ കൊണ്ടുവരേണ്ടതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NAPSൻ്റെ പോർട്ടലിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഹോം പേജിലുള്ള ഡാഷ്ബോർഡിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾക്ക് വേണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് ചെയ്യും. അതിനെ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ID ത്രൂ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു പറയുന്നുണ്ട്. സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ അലവൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുക. ലാസ്റ്റ് ഡേറ്റ് 12/8/2026 ആണ്. 17/7/2026 ഓപ്പൺ ആയിട്ടുണ്ട്. www.iocl.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെയാണ് പറയാം. ആദ്യം നിങ്ങൾ IOCLൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ആദ്യം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ 2 സ്റ്റേജാണ് അപ്ലോഡ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഓൺ ആപ്സ് ആൻഡ് നാറ്റ് പോർട്സിൽ നോക്കാം. ഈ കോഡ് അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. 101, 102, 108, 109, 110, 111 ഈ
പറയുന്ന കോഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാപ്സിൻ്റെ പോർട്ടൽ വഴി വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ. സോ ആദ്യം നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്ത് നാപ്സിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ 104, 105, 106, 107 പോർട്ടൽ വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് എന്ന് പറയുന്ന ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ 2 പോർട്ടലാണ് ഓരോ പാർട്ടിൻ്റെയും കൊടുക്കുന്നത്. സോ അത് ജസ്റ്റ് ഇത് ഗ്രാജുവേറ്റ് ബേസിസിലും ഇത് നോൺ ഗ്രാജുവേറ്റ് ബേസിസിലുള്ള പോർട്ടലാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. സോ അത് ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ അതെല്ലാം ഡീറ്റെയിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നാപ്സ് വഴി പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നിങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫൈൽ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാർ ഉണ്ട്. സോ ആ സെർച്ച് ബാറിൽ IOCL എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ ഇങ്ങനെ പാനിപ്പത്ത് റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്ന ട്രേഡ് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ബട്ടൺ വരും, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേ രീതി തന്നെയാണ് ഈ ബോട്ട്സ് വഴിയും നാറ്റ്സ് വഴിയും നിങ്ങൾ സെർച്ച് ബാർ ഉണ്ട്, അവിടെ നിങ്ങൾ IOCL കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരും, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇതിൻ്റെ ഈ എസ്റ്റാബ്ലിഷ് നാറ്റ്സ് വഴിയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഈ നമ്പർ. ഇനി നാപ്സ് വഴിയുള്ളവർക്കാണെങ്കിൽ ഈ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാനിപ്പത്ത് റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ വരും. സോ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈസി മെത്തേഡ് പറയുന്നത്. ദെൻ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മൈക്രോസോഫ്റ്റിൻ്റെ ഫോം ഉണ്ടായിരിക്കും, അതൊരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഇതിനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കമ്പൽസറി ആയിട്ടും ഇത് നിങ്ങൾ ഫില്ല് ചെയ്തേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് അതുപോലെ തന്നെ എല്ലാം വെച്ചിട്ട് ഇതിലൂടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലൂടെ ഫില്ല് ചെയ്യണം. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ. ഇതാണ് ഓൺലൈൻ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 14/7/2026, ക്ലോസിംഗ് ഡേറ്റ് 12/8/2026 ആണെന്ന് ഓർത്തിരിക്കാം. ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ കോൾ ലെറ്റർ വരുന്നത് 20/8/2027, നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സംഭവിക്കുന്നത് 27 മുതൽ 3/9/2026 ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, IOCL നിന്നാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റിലേക്ക് അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്ത്